ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ്ഗിൻ്റെ ഒരു സൂപ്പർ റെസിപ്പിയുമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. PallaviEatsലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് എഗ്ഗ് മഞ്ചൂരിയൻ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷുമാണ്. അതുപോലെ ഇപ്പം നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് വന്നു വീട്ടില്, നമുക്ക് ചിക്കൻ കയ്യിലില്ല എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഒരു 4 മുട്ടയോ അല്ലെങ്കിൽ 5 മുട്ടയോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് 4 മുട്ടയാണ്. നമുക്കിതിപ്പോ ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 or 6 മുട്ട എടുക്കാം. പക്ഷേ ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും, അതിലൊരു മാറ്റവും അധികം മാറ്റം വരുന്നില്ല. അടുത്ത് വേണ്ടത് മൈദ, കോൺഫ്ലവർ, ചെറുതായിട്ട് കട്ട് ചെയ്ത സവോള 2 എണ്ണം, ചെറിയ സവോളയാണേ, 6 ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ചെറുതായിട്ട് കട്ട് ചെയ്യണം, പിന്നെ 6 പച്ചമുളക് അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇത് ഞാൻ ഒരു സവോളയുടെ ആദ്യത്തെ 2 ലെയർ എടുത്ത് ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അടുത്ത് ഒരു ചെറിയ ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത്, അതിൻ്റെ അടുത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും. അടുത്ത് നമുക്ക് വേണ്ടത് സോസുകളാണ്. സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് വിനീഗറും. അടുത്ത് നമുക്ക് നോക്കേണ്ടത് പൊടികളാണ്. ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി. ഇതിൽ ഗരം മസാല ഓപ്ഷണലാണ്. അടുത്ത് കുറച്ച് നല്ലെണ്ണ വേണം. ഇനി വേണ്ടത് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും. ആദ്യം നമുക്ക് എഗ്ഗ് റെഡിയാക്കാം. ആദ്യം നമുക്ക് 4 മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തിട്ട് ഇതിൽ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കണേ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇനി 1 ടീസ്പൂൺ കുരുമുളകും ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഒരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇത് ഡബിൾ ബോയിൽ ചെയ്യണം. ഇനി നമുക്ക് എഗ്ഗിൻ്റെ കോട്ടിങ് റെഡിയാക്കാം. ഇതിലേക്ക് ആദ്യം 2 സ്പൂൺ മൈദ, 1 സ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്യാം. ഇതിൽ ഉണ്ട കെട്ടാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വെക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു പോയാൽ നമ്മുടെ കോട്ടിങ് ശരിയാവില്ല. അത് ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. അടുത്ത് നമുക്ക് മുട്ട ഡബിൾ ബോയിൽ ചെയ്യാമേ. അതിന് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലൊരു സ്റ്റാൻഡ് വെക്കും. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പാത്രം ഈ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് നമുക്ക് അടച്ചു വെക്കാം. ഇത് ബോയിൽ ചെയ്യാൻ മിനിമം ഒരു 10 മിനിറ്റ് വേണേ. 10 മിനിറ്റ് കൊണ്ട് ഇത് ബോയിലായി കിട്ടും. ഇനി നമുക്കിത് തണുക്കുമ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ മുട്ട തോടോടുകൂടി ഫുള്ളായിട്ട് ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അടുത്ത് നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടാക്കാൻ വെച്ചു. ഇനി നമുക്ക് ആ ബാറ്ററിലേക്ക് മുട്ട എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം. അത് ചൂടാകുമ്പോൾ നമുക്ക് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ ഓരോ പീസായിട്ട് എണ്ണയിലോട്ട് ഇട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഏതാണ്ട് ഈ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പം നമുക്കിതെടുക്കാം. ആദ്യമായിട്ട് സെറ്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയിരിക്കുന്ന എഗ് പീസും കൂടെ ഇട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറിയുടെ ബേസ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ വയ്ക്കാം. അതിൽ ഒരു 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും അതുപോലെ ജിഞ്ചറും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ഇടണം. ഇട്ട് അതും ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതും ഇട്ട് ഒന്ന് വഴറ്റണം. 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട്. സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് സൂക്ഷിക്കണം, ഉപ്പ് കൂടുതൽ വേണ്ട. നമ്മുടെ ഉള്ളി ഏതാണ്ടായി. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ചില്ലി സോസ്, 2 സ്പൂൺ സോയാ സോസ്,
3 സ്പൂണ് ടൊമാറ്റോ സോസ് ഇത്രയും കൂടെ ഒഴിക്കണം. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് 2 സ്പൂൺ വിനീഗറും കൂടെ ചേർക്കാം. അടുത്ത് നമുക്ക് 1/2 സ്പൂൺ പെപ്പറും കൂടെ ഇടണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി 1/2 സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിക്കാം. ഗ്രേവി ഒന്ന് തിക്കാവുമ്പം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കറി ഏതാണ്ടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അത് ഇട്ട് ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ക്യാപ്സിക്കം അതും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ക്യാപ്സിക്കവും സവോളയും ഒരുപാട് അങ്ങ് വെന്തു പോണ്ട. ഞാനൊന്ന് ഉപ്പ് നോക്കുവാണ്. എൻ്റെ കറിക്ക് ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുപ്പും കൂടെ ഇട്ടു. ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ക്യാപ്സിക്കത്തിന്റെയും ഓണിയന്റെയും ഫ്രഷ്നെസ് പോവാതെ നോക്കാം. നമ്മുടെ കറി ഏതാണ്ടായി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അതിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അവസാനം 1/2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അതിന്റെ പുറത്തൂടെ ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് മഞ്ചൂരിയൻ ആയി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയോടൊപ്പമോ പൊറോട്ട അപ്പം ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്ക് ഇടണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.